ബേസൽ ഗാംഗ്ലിയയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്രെയിനിൻ്റെ കൊറോണൽ സെക്ഷനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സെറിബ്രത്തിനെ 2 ഹെമിസ്ഫിയേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യാം, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹെമിസ്ഫിയേഴ്സ്. ഈ ഓരോ ഹെമിസ്ഫിയേഴ്സിനെയും എഗെയിൻ പാലിയം ആൻഡ് സബ്പാലിയം എന്നിങ്ങനെ 2 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാലിയം എന്ന് പറഞ്ഞ ആ ഒരു പോർഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സെറിബ്രൽ കോർട്ടെക്സും വൈറ്റ് മാറ്റർ ഓഫ് ദ ബ്രെയിനുമാണ്. അപ്പോൾ സെറിബ്രൽ കോർട്ടെക്സും വൈറ്റ് മാറ്റർ ഓഫ് ദ ബ്രെയിനും കൂടെ ചേരുന്നതാണ് പാലിയം എന്ന് പറഞ്ഞ പാർട്ട്. സബ്പാലിയം എന്ന് പറയുമ്പോൾ അതിൽ ബേസൽ ഗാംഗ്ലിയയാണ് കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ്പാലിയം എന്ന ആ ഒരു പാർട്ടിനെ കുറിച്ചാണ്, അതായത് ബേസൽ ഗാംഗ്ലിയ. ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്നത് സബ് കോർട്ടിക്കൽ ഇൻട്രാ സെറിബ്രൽ മാസസ് ഓഫ് ഗ്രേ മാറ്റർ ആണ്. ഇവിടെ നിന്നാണ് നമ്മുടെ എക്സ്ട്രാ പിരമിഡൽ സിസ്റ്റം ഫോം ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡഡ് ആവുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ വരുന്നത് കോർപ്പസ് സ്ട്രയേറ്റം, അമിഗ്ഡാലോയിഡ് ബോഡി ആൻഡ് ക്ലോസ്ട്രം. അപ്പോൾ കോർപ്പസ് സ്ട്രയേറ്റം, അമിഗ്ഡാലോയിഡ് ബോഡി, ക്ലോസ്ട്രം, അതുകൂടാതെ സബ്സ്റ്റൻഷ്യ നൈഗ്രയും സബ് തലാമിക് ന്യൂക്ലിയസും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോർപ്പസ് സ്ട്രയേറ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് തന്നെ വീണ്ടും 2 ഡിവിഷനുണ്ട്, കോഡേറ്റ് ന്യൂക്ലിയസ് ആൻഡ് ലെൻഡിഫോം ന്യൂക്ലിയസ്. അപ്പോൾ കോഡേറ്റ് ന്യൂക്ലിയസും ലെൻഡിഫോം ന്യൂക്ലിയസും കൂടെ ചേർന്നിട്ടാണ് കോർപ്പസ് സ്ട്രയേറ്റം ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ കോർപ്പസ് സ്ട്രയേറ്റത്തിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇൻറ്റേർണൽ ക്യാപ്സ്യൂളാണ്. ഇൻറ്റേർണൽ ക്യാപ്സ്യൂളാണ് നടുക്ക് കാണിച്ചിരിക്കുന്നത്, ആ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഇൻറ്റേർണൽ ക്യാപ്സ്യൂള് ഈ കോർപ്പസ് സ്ട്രയേറ്റത്തിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, പാർഷ്യലി ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ അത് ആ ഫിഗറിൽ കറക്റ്റായിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് കോഡേറ്റ് ന്യൂക്ലിയസും ലെൻഡിഫോം ന്യൂക്ലിയസും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ 2 ന്യൂക്ലിയെ, അതായത് കോഡേറ്റ് ന്യൂക്ലിയസിനെയും ലെൻഡിഫോം ന്യൂക്ലിയസിനെയും പരസ്പരം ഇൻ്റർകണക്ട് ചെയ്യുന്നത് ബാൻഡ്സ് ഓഫ് ഗ്രേ മാറ്റർ ആണ്. പക്ഷേ ഈ ഒരു ഫിഗറിൽ നമുക്കത് ആ ഒരു ബാൻഡ്സ് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അത് കാണപ്പെടുന്നത് ഈ ഇൻറ്റേർണൽ ക്യാപ്സ്യൂളിൻ്റെ ആൻറ്റീരിയർ ലിംബിൻ്റെ അടിഭാഗത്തായിട്ടാണ് മെയിനായിട്ടും ആ ഒരു ഗ്രേ മാറ്ററിൻ്റെ ബാൻഡ്സ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ബാൻഡ്സ് ഒരു സ്ട്രൈപ്ഡ് അപ്പിയറൻസ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കോർപ്പസ് സ്ട്രയേറ്റം എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഈ തലാമസിനെയും ഇൻറ്റേർണൽ ക്യാപ്സ്യൂളിനെയും എല്ലാം എൻക്ലോസ് ചെയ്യുന്ന ഒരു സി ഷേപ്ഡ് കോൺകേവിറ്റിയും ഇവിടെ കാണുന്നുണ്ട്. അപ്പം ദർ ഇസ് എ സി ഷേപ്ഡ് കോൺകേവിറ്റി വിച്ച് എൻക്ലോസസ് ദ തലാമസ് ആൻഡ് ഇൻറ്റേർണൽ ക്യാപ്സ്യൂൾ. ഇനി അടുത്തത് ഈ ഒരു ലെൻഡിഫോം ന്യൂക്ലിയസിലേക്ക് നോക്കാം. ലെൻഡിഫോം ന്യൂക്ലിയസിനെ അതിൻ്റെ തന്നെ ലാറ്ററൽ പാർട്ടും മീഡിയൽ പാർട്ടും ഉണ്ട്. ലാറ്ററൽ പാർട്ടിനെ പുട്ടാമൻ എന്നും മീഡിയൽ പാർട്ടിനെ ഗ്ലോബസ് പാലിഡസ് എന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ ലെൻഡിഫോം ന്യൂക്ലിയസിനെ തന്നെ ലാറ്ററൽ പാർട്ടും മീഡിയൽ പാർട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റും. ലാറ്ററൽ പാർട്ടിൽ പുട്ടാമൻ വരുന്നുണ്ട്, മീഡിയൽ പാർട്ടിൽ ഗ്ലോബസ് പാലിഡസും വരുന്നുണ്ട്. The caudate nucleus and putamen are grouped as striatum which receives most of the afferent input coming to the basal ganglia. അപ്പോൾ നമ്മുടെ കോഡേറ്റ് ന്യൂക്ലിയസിനെയും പുട്ടാമൻ പാർട്ടിനെയും, പുട്ടാമൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ലാറ്ററൽ പാർട്ട് ഓഫ് ലെൻഡിഫോം ന്യൂക്ലിയസിനെയാണ് പുട്ടാമൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പുട്ടാമൻ പാർട്ടും കോഡേറ്റ് ന്യൂക്ലിയസിനെയും കൂടെ ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് സ്ട്രയേറ്റം. കാരണം ബേസൽ ഗാംഗ്ലിയയിലേക്ക് വരുന്ന അഫറൻറ്റ് ഇൻപുട്ട് എല്ലാം റിസീവ് ചെയ്യപ്പെടുന്നത് ഈ ഒരു സ്ട്രയേറ്റം എന്ന പാർട്ടിലാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലോബസ് പാലിഡസിനെ നമുക്ക് പാലിഡം എന്ന ഗ്രൂപ്പിലേക്ക് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തത് അമിഗ്ഡാലോയിഡ് ബോഡി. അമിഗ്ഡാലോയിഡ് ബോഡി എന്ന് പറഞ്ഞാൽ അത് ഫോം ചെയ്യുന്നത് നമ്മുടെ ലിംബിക് സിസ്റ്റമാണ്. ലിംബിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഏരിയയാണ് ലിംബിക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചറലായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഇനി നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്, ഗ്ലോബസ് പാലിഡസ് ആൻഡ് സബ്സ്റ്റൻഷ്യ നൈഗ്ര ആർ ദ പ്രിൻസിപ്പൽ ഔട്ട്പുട്ട് ന്യൂക്ലിയ. ഔട്ട്പുട്ട് ന്യൂക്ലിയ ആയിട്ട് നമ്മൾ പറയുന്നത് ഗ്ലോബസ് പാലിഡസും സബ്സ്റ്റൻഷ്യ നൈഗ്രയാണ്. ഇൻപുട്ടായിട്ടുള്ള ആ ഒരു ഇമ്പൾസസിനെ റിസീവ് ചെയ്യുന്നത് എവിടെയാണ്, ആ ഒരു സ്ട്രയേറ്റം പാർട്ടിലാണ്. അതായത് കോഡേറ്റ് ന്യൂക്ലിയസും പുട്ടാമനും കൂടെ ചേരുന്ന സ്ട്രയേറ്റം പാർട്ടാണ് അഫറൻറ്റ് ഇൻപുട്ടിനെ റിസീവ് ചെയ്യുന്നത്. പ്രിൻസിപ്പൽ ഔട്ട്പുട്ട് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഗ്ലോബസ് പാലിഡസും സബ്സ്റ്റൻഷ്യ നൈഗ്രയാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഓഫ് ബേസൽ ഗാംഗ്ലിയ. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കുറേ പേരുകൾ പഠിക്കാനുണ്ട്. ഡോപ്പമൈൻ, ഗ്ലൂട്ടാമേറ്റ്, ഗാബ ആൻഡ് അസറ്റിൽ കൊളൈൻ. ഇതിൽ ഡോപ്പമൈൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. കാരണം ഡോപ്പമൈനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പാർക്കിൻസോണിസത്തിനെ പറ്റി പഠിക്കാനുണ്ട് ഈ ഒരു സെക്ഷനിൽ. അപ്പോൾ ഡോപ്പമൈൻ എന്ന് പറഞ്ഞാൽ അതൊരു ന്യൂറോ മോഡുലേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്.
It is used by the substantia nigra to selectively modulate the areas of caudate and putamen. അപ്പോൾ കോഡേറ്റ് ആൻഡ് പുട്ടാമൻ ഏരിയാസിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ മോഡുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ന്യൂറോ മോഡുലേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഡോപ്പമൈൻ എന്ന് പറയുന്നത്. അതിനെ യൂസ് ചെയ്യുന്നത് സബ്സ്റ്റൻഷ്യ നൈഗ്രയാണ്. ഗ്ലൂട്ടാമേറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. പക്ഷേ ഗാബ എന്ന് പറയുന്നത് ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. ഗാബ എന്ന് പറയുന്നത് ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡ് ആണ് ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ. അത് ഇൻഹിബിറ്ററി ആയിട്ടുള്ള ഫംഗ്ഷനാണ് പെർഫോം ചെയ്യുന്നത്. പിന്നെ അസറ്റൈൽ കോളിൻ അതും ഒരു എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. ഇത്രയാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഓഫ് ബേസൽ ഗാംഗ്ലിയ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫങ്ഷൻസ് ഓഫ് ബേസൽ ഗാംഗ്ലിയ. ബേസൽ ഗാംഗ്ലിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് സ്വന്തമായിട്ട് മൂവ്മെൻറ്റിനെ ഇനീഷ്യേറ്റ് ചെയ്യുന്നില്ല, പക്ഷേ അതിന് മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ മോട്ടോർ കമാൻഡ്സിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ മെയിനായിട്ടും മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മൂവ്മെൻറ്റിൻ്റെ പ്ലാനിങ്, എക്സിക്യൂഷൻ ആൻഡ് കൺട്രോൾ എന്നീ 3 ഫങ്ഷൻസ് ജോയിൻ്റ്ലി പെർഫോം ചെയ്യുന്നത് കോർപ്പസ് സ്ട്രയേറ്റവും സെറിബെല്ലവും അതുപോലെ മോട്ടോർ ഏരിയാസ് ഓഫ് ദ സെറിബ്രോ ആണ്. ഇവിടെ ഓർക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ബേസൽ ഗാംഗ്ലിയ സ്വന്തമായിട്ട് മൂവ്മെൻറ്റിനെ ഇനീഷ്യേറ്റ് ചെയ്യുന്നില്ല, പക്ഷേ അതിന് മോട്ടോർ കമാൻഡിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസീസസ് ഓഫ് ബേസൽ ഗാംഗ്ലിയ. അപ്പോൾ ഇതിൽ മെയിനായിട്ടും ഒരു ബയോകെമിക്കൽ പാത്വേ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. 3 ബയോകെമിക്കൽ പാത്വേ ഓപ്പറേറ്റ് ഇൻ എ ബാലൻസ്ഡ് ഫാഷൻ ഇൻ ദ ബേസൽ ഗാംഗ്ലിയ. ബേസൽ ഗാംഗ്ലിയയിൽ ഫങ്ഷൻ ചെയ്യുന്ന 3 ബയോകെമിക്കൽ പാത്വേസ് ആണ് നൈഗ്രോസ്ട്രയേറ്റൽ ഡോപ്പമിനർജിക് സിസ്റ്റം, ഇൻട്രാസ്ട്രയേറ്റൽ കോളിനർജിക് സിസ്റ്റം ആൻഡ് ഗാബ എർജിക് സിസ്റ്റം. ഈ 3 ബയോകെമിക്കൽ പാത്വേസും ഫങ്ഷൻ ചെയ്യുന്നത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നത് ബേസൽ ഗാംഗ്ലിയയിലാണ്. അപ്പോൾ ഈ ഏതെങ്കിലും പാത്വേ ഡിസ്ഫങ്ഷണൽ ആയിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള അബ്നോർമാലിറ്റീസ് ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഡിസീസസ് ഓഫ് ബേസൽ ഗാംഗ്ലിയ ഉണ്ടാവുന്നത്. അപ്പോൾ മെയിനായിട്ടും ഈ 3 ബയോകെമിക്കൽ പാത്വേസിൻ്റെ പേരുകൾ ഓർക്കണം. നൈഗ്രോസ്ട്രയേറ്റൽ ഡോപ്പമിനർജിക് സിസ്റ്റം, ഇൻട്രാസ്ട്രയേറ്റൽ കോളിനർജിക് സിസ്റ്റം ആൻഡ് ഗാബ അഡ്രിനർജിക് സിസ്റ്റം. അപ്പോൾ നമുക്ക് ഡിസോർഡേഴ്സിനെ തന്നെ 2 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഹൈപ്പർ കൈനറ്റിക് ഡിസോർഡേഴ്സ് ആൻഡ് ഹൈപ്പോ കൈനറ്റിക് ഡിസോർഡേഴ്സ്. ഹൈപ്പർ കൈനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് എക്സസീവ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്, എക്സസീവ് അബ്നോർമൽ മൂവ്മെൻ്റ് ആണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് കോറിയ, അഥീറ്റോസിസ്, ബാലിസം. ഈ ഓരോ കാര്യങ്ങൾ എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഹൈപ്പർ കൈനറ്റിക്കിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസോർഡറാണ് കോറിയ. കോറിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ സ്പാസ്മോഡിക് ഇൻവോളണ്ടറി മൂവ്മെൻ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. മെയിനായിട്ടും ലിംസിലും അല്ലെങ്കിൽ ഫേഷ്യൽ മസിൽസിലുമാണ് അതുണ്ടാവുന്നത്. സ്പാസ്മോഡിക് ആയിട്ടുള്ള ഇൻവോളണ്ടറി മൂവ്മെൻറ്റ് ഉണ്ടാവുന്നതിനെയാണ് കോറിയ എന്ന് പറയുന്നത്. ഇനി അഥീറ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അബ്നോർമൽ മസിൽ കൺട്രാക്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഇൻവോളണ്ടറി ട്വിസ്റ്റിംഗ് മൂവ്മെൻ്റ് ആണ് അഥീറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അബ്നോർമൽ മസിൽ കൺട്രാക്ഷനാണ് ഇവിടുത്തെ ഒരു റീസൺ ആയിട്ട് പറയുന്നത്. ഇനി ബാലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്വിസ്റ്റിംഗ്, ഷേക്കിംഗ് ആൻഡ് ജെർക്കിംഗ് മോഷൻ ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് കണ്ടീഷനാണ്. ട്വിസ്റ്റിംഗ്, ഷേക്കിംഗ് ആൻഡ് ജെർക്കിംഗ് മോഷൻ. അപ്പോൾ ഇത് 3 ഹൈപ്പർ കൈനറ്റിക് ഡിസോർഡേഴ്സിൽ വരുന്നതാണ്. ഇനി ഹൈപ്പോ കൈനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൂവ്മെൻ്റ് ഒക്കെ കുറയുന്നു, പോസിറ്റീവ് ഓഫ് മൂവ്മെൻറ്റ്സ് ഉണ്ടാകുന്നു. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് എക്കൈനേഷ്യ ആൻഡ് ബ്രാഡികൈനേഷ്യ. എക്കൈനേഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? വോളണ്ടറി മൂവ്മെൻറ്റിൻ്റെ പവർ നമുക്ക് നഷ്ടപ്പെടുന്നു, അതായത് ഇമ്പയർഡ് ആവുകയാണ് ചെയ്യുന്നത്. ബ്രാഡികൈനേഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവ്മെൻറ്റ് സ്ലോ ആവുന്നു, അതാണ് എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഹൈപ്പോ കൈനറ്റിക് ഡിസോർഡേഴ്സിലാണ് വരുന്നത്. അപ്പോൾ 2 ടൈപ്സ് ഓഫ് ഡിസോർഡേഴ്സ് പറഞ്ഞു, ഹൈപ്പർ കൈനറ്റിക് ആൻഡ് ഹൈപ്പോ കൈനറ്റിക് ഡിസോർഡേഴ്സ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പാർക്കിൻസോണിസം. പാർക്കിൻസോണിസം ഈസ് എ ക്ലാസിക്കൽ എക്സാമ്പിൾ ഓഫ് ബേസൽ ഗാംഗ്ലിയ ഡിസീസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബേസൽ ഗാംഗ്ലിയയെ പറ്റി പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസോർഡറാണ് പാർക്കിൻസോണിസം. ഇതുണ്ടാവാൻ കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സ്റ്റൻഷ്യ നൈഗ്രയിലുള്ള ഡോപ്പമിനർജിക് ന്യൂറോൺസിനുണ്ടാകുന്ന ഡീജനറേഷൻ, അത് കാരണമാണ് പാർക്കിൻസോണിസം ഉണ്ടാകുന്നത്. അപ്പോൾ ഡോപ്പമൈൻ്റെ അളവ് കുറയുകയാണ് ഇവിടുത്തെ റീസണായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. സബ്സ്റ്റൻഷ്യ നൈഗ്രയിലുള്ള ഡോപ്പമിനർജിക് ന്യൂറോൺസ് ഡീജനറേറ്റ് ആയി പോകുന്നു, അതാണ് ഇവിടുത്തെ റീസണായിട്ട് പറയുന്നത്. ഇതിൽ ഏറ്റവും സിവിയർലി അഫക്റ്റഡ് ആവുന്നത് പുട്ടാമനാണ്. പുട്ടാമനിലെ ഫൈബേഴ്സിനെയാണ് ഏറ്റവും കൂടുതലായിട്ട് അത് അഫക്റ്റ് ചെയ്യുന്നത്. ഇനി പാർക്കിൻസോണിസം ഉള്ള പേഷ്യൻസിന് ഹൈപ്പോ കൈനറ്റിക് ആൻഡ് ഹൈപ്പർ കൈനറ്റിക് ആയിട്ടുള്ള സിംറ്റംസ് കാണിക്കുന്നുണ്ട്.
ഹൈപ്പോകൈനറ്റിക് ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? ബ്രാഡികൈനേഷ്യ, എക്കൈനേഷ്യ, നേരത്തെ പറഞ്ഞ ആ 2 ഫീച്ചേഴ്സ്. ഇനി ഹൈപ്പർ കൈനറ്റിക് ഫീച്ചേഴ്സിൻ്റെ അകത്ത് വരുന്നതാണ് കോക്ക് വീൽ റിജിഡിറ്റി ആൻഡ് റെസ്റ്റിംഗ് ട്രെമർ. റെസ്റ്റിംഗ് ട്രെമർ എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് വിറയലുണ്ടാവുന്നു, അതാണ് റെസ്റ്റിംഗ് ട്രെമർ എന്ന് പറയുന്നത്. കോക്ക് വീൽ റിജിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഡിയോപ്പതിക് പാർക്കിൻസൺസ് ഡിസീസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ആണ്. അത് ഓർക്കുക, ഇഡിയോപ്പതിക് പാർക്കിൻസൺസ് ഡിസീസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയയാണ് കോക്ക് വീൽ റിജിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പാർക്കിൻസൺസ് ഡിസീസിൻ്റെ ഒരു ഏർലി സൈനായിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ it is characterized by the muscular stiffness throughout the passive movement but both in flexion and extension. അപ്പോൾ നമുക്കറിയാം എക്സ്റ്റൻഷൻ ചെയ്യുന്ന സമയത്ത് ഫ്ലെക്ഷൻ ചെയ്യുന്ന സമയത്തും എല്ലാം ഒരു മസ്കുലാർ സ്റ്റിഫ്നെസ് നമുക്ക് അനുഭവപ്പെടുന്നു. അതാണ് കോക്ക് വീൽ റിജിഡിറ്റി എന്ന് പറയുന്നത്. റിജിഡിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു സ്റ്റിഫ്നെസ് ആണ് അവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഓർക്കുക, പാർക്കിൻസോണിസം എന്ന് പറയുന്നത് ഡോപ്പമിനാർജിക് ന്യൂറോൺസിൻ്റെ ഡീജനറേഷൻ വഴി ഉണ്ടാകുന്ന ഒരു ഡിസോർഡറാണ്. പുട്ടാമൻ ഫൈബേഴ്സിനെയാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. ഹൈപ്പോകൈനറ്റിക് ഫീച്ചേഴ്സ് ആയിട്ടുള്ള ബ്രാഡികൈനേഷ്യ ആൻഡ് എക്കൈനേഷ്യ ഇത് കാണിക്കുന്നു. ഹൈപ്പർ കൈനറ്റിക് ഫീച്ചർ ആയിട്ടുള്ള കോക്ക് വീൽ റിജിഡിറ്റിയും റെസ്റ്റിംഗ് ട്രെമറും കാണിക്കുന്നു. കോക്ക് വീൽ റിജിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്കുലാർ സ്റ്റിഫ്നെസ് ആണ് കാണുന്നത്. അത് ഫ്ലെക്ഷൻ്റെ സമയത്തും എക്സ്റ്റൻഷൻ്റെ സമയത്തും ഉണ്ടാവുന്നു. അതെന്ന് പറഞ്ഞാൽ ഇഡിയോപ്പതിക് പാർക്കിൻസൺസ് ഡിസീസിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ കൂടിയാണ്. ഇനി അടുത്തത്, ഇതുകൂടാതെ നമ്മുടെ ബേസൽ ഗാംഗ്ലിയയിൽ അഫക്റ്റ് ചെയ്യുന്ന മറ്റ് ഡിസീസസിനെ പറ്റിയും കൂടി നമുക്ക് നോക്കാം. അത് ഏത് പാർട്ടിനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്നും കൂടെ നോക്കണം. പാർക്കിൻസോണിസം ഓൾറെഡി പറഞ്ഞു, സബ്സ്റ്റൻഷ്യ നൈഗ്രേനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. നൈഗ്രോ സ്ട്രയേറ്റൽ പാത്വേ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡോപ്പമിനാർജിക് ന്യൂറോൺസിൻ്റെ ഡീജനറേഷൻ. ഇനി അടുത്തത് വരുന്നതാണ് ഹണ്ടിങ്ടൺ സ്കോറിയ. ഇതെന്ന് പറഞ്ഞാൽ സ്ട്രയേറ്റത്തിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതലായിട്ടും കോഡേറ്റ് ന്യൂക്ലിയസിനെയാണ്. പുട്ടാമനെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്, മെയിനായിട്ടും സ്ട്രയേറ്റം എന്ന് ഓർക്കുക. ഇനി അടുത്തത് വിൽസൺസ് ഡിസീസ്. വിൽസൺസ് ഡിസീസ് അഫക്റ്റ് ചെയ്യുന്നത് ലെൻഡിക്കുലാർ ന്യൂക്ലിയയാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഹെമിബാലസ്മസ്. ഹെമിബാലസ്മസ് അഫക്റ്റ് ചെയ്യുന്നത് സബ് തലാമിക് ന്യൂക്ലിയസിനെയാണ്. അദീറ്റോസിസ് അഫക്റ്റ് ചെയ്യുന്നത് ഗ്ലോബസ് പാലിഡസിനെയാണ്. അദീറ്റോസിസ് അഫക്റ്റ് ചെയ്യുന്നത് ഗ്ലോബസ് പാലിഡസിനെയാണ്. അപ്പോൾ ഒന്നും കൂടെ നോക്കാം. പാർക്കിൻസോണിസ് അഫക്റ്റ് ചെയ്യുന്ന സബ്സ്റ്റൻഷ്യ നൈഗ്രയാണ്. ഹണ്ടിങ്ടൺ സ്കോറിയ സ്ട്രയേറ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നു. വിൽസൺസ് ഡിസീസ് ലെൻഡിക്കുലാർ ന്യൂക്ലിയ അഫക്റ്റ് ചെയ്യുന്നു. ഹെമിബാലസ്മസ് സബ് തലാമിക് ന്യൂക്ലിയസിനെ അഫക്റ്റ് ചെയ്യുന്നു. അദീറ്റോസിസ് ഗ്ലോബസ് പാലിഡസിനെ അഫക്റ്റ് ചെയ്യുന്നു.